2 ദിവസത്തെ സന്ദർശനത്തിനായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിൽ എത്തിയിരിക്കുന്നത്. 2ാം തവണ UK സന്ദർശിക്കുന്ന ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന് 2 സ്റ്റേറ്റ് വിസിറ്റുകൾ ലഭിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇതാദ്യം. അതുകൊണ്ട് തന്നെ ട്രംപ് എന്ന പ്രസിഡന്റിനെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് UK കാണുന്നത് എന്നതിന്റെ സൂചന കൂടിയാണിത്. മൾട്ടി ബില്യണിന്റെ സാങ്കേതിക കരാർ ചർച്ചകൾക്കായാണ് ഇത്തവണത്തെ ട്രംപിന്റെ വരവ്. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ട്രംപിന് വിൻസർ കാസലിൽ ലഭിച്ചത് രാജകീയ വരവേൽപ്പാണ്. എയർഫോഴ്സ് 1 സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ട്രംപിനെ UK-യിലെ US അംബാസിഡർ വാരൻ സ്റ്റീഫൻസണും രാജാവിന്റെ ലോർഡ് ഇൻ വെയിറ്റിംഗ് വിസ്കൗണ്ട് ഹെൻറി ഹുഡും ചേർന്നാണ് സ്വീകരിച്ചത്. റോയൽ സല്യൂട്ട്, കിഴക്കൻ പുൽത്തകിടിയിൽ വെച്ച് പീരങ്കി വെടിമുഴക്കൽ, ടവർ ഓഫ് ലണ്ടനിൽ വെച്ച് അഭിവാദ്യം എന്നിവ ഉൾപ്പെടുന്ന അതിഗംഭീര വരവേൽപ്പ്. അതിനുശേഷം ഹൗസ് ഹോൾഡ് കാവൽപ്പടയുടെ അകമ്പടിയോടെ സൈനിക ബാൻഡുകളുടെ നേതൃത്വത്തിൽ വിൻസർ എസ്റ്റേറ്റിലൂടെ രാജകീയ വണ്ടിയിൽ ഒരു യാത്ര. യുക്രൈൻ, മിഡിൽ ഈസ്റ്റ്, നാറ്റോയുടെ ഭാവി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെയാണ് ട്രംപിന്റെ ഈ ഔദ്യോഗിക സന്ദർശനം എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കിങ് ചാൾസ് മൂന്നാമനുമായി ട്രംപിന് വളരെ കാലമായി സൗഹൃദമുണ്ട്. 2019 സന്ദർശനത്തിൽ അദ്ദേഹം കിങ് ചാൾസിനെ എലഗന്റ് ജെന്റിൽമാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ട്രംപിന്റെ ഈ വാക്കുകൾ ഈ ബന്ധത്തിന്റെ ഊഷ്മളതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം രാജാവാകുന്നതിന് മുൻപേ ഞങ്ങൾക്ക് വലിയ സൗഹൃദമുണ്ട്. അദ്ദേഹത്തെ രാജാവായി ലഭിച്ചത് ഒരു ബഹുമതിയാണ്. രാജ്യത്തെ അദ്ദേഹം നന്നായി പ്രതിനിധീകരിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക സഹകരണവും വ്യാപാരവുമാണ്. US ബ്രിട്ടീഷ് കമ്പനികൾ തമ്മിലുള്ള സാങ്കേതിക വിദ്യാ കരാറുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന സാങ്കേതിക പങ്കാളിത്തത്തിനാണ് ഈ സന്ദർശനം വഴിയൊരുക്കുന്നത്. മൈക്രോസോഫ്റ്റ്, ഓപ്പൺ AI തുടങ്ങിയ പ്രമുഖ US കമ്പനികൾ ബ്രിട്ടനിലെ സാങ്കേതിക വികസനത്തിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൂഗിൾ ഹെഡ്ഫോർഡ്ഷെയറിൽ ഒരു പുതിയ ഡാറ്റാ സെന്ററിനായി £5 ബില്യൺ നിക്ഷേപം നടത്താൻ പോവുകയാണ്. ഏകദേശം 8250 തൊഴിലവസരം പ്രതിവർഷം UK-യിൽ ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ മാത്രം സൃഷ്ടിക്കപ്പെടും. UK-യുടെ സാമ്പത്തിക വളർച്ചയിൽ ഇതുണ്ടാക്കാൻ പോകുന്നത് വൻ കുതിച്ചുചാട്ടമാണ്. ബ്രിട്ടനിന്റെ AI ഭാവിയിലേക്കുള്ള തറക്കല്ലിടലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക മേഖലയിലെ വിവിധ ഉന്നതരും ട്രംപിനൊപ്പം ഈ സന്ദർശനത്തിലുണ്ട്. എൻവിഡിയ CEO ജെൻസൺ ഹുവാങ്, ഓപ്പൺ AI ചീഫ് സാം ഓൾട്ട്മാൻ എന്നിവരൊക്കെയാണ് സംഘത്തിലുള്ളത്. ഈ യാത്ര വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചതുപോലെ ആണവോർജം, ലൈഫ് സയൻസസ്, പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ പുതിയ സംരംഭങ്ങൾക്കൊപ്പം ലണ്ടനിലെയും ന്യൂയോർക്കിലെയും സാമ്പത്തിക കേന്ദ്രങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടതാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ചെക്കേഴ്സ് എന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്. ഈ കൂടിക്കാഴ്ചയിൽ വ്യാപാര കരാർ മെച്ചപ്പെടുത്തുന്നതും യുക്രൈൻ, നാറ്റോ തുടങ്ങിയ അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കെയർ സ്റ്റാർമർ യുക്രൈന് US-ന്റെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുടിനുമായി സൗഹൃദം സ്ഥാപിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിനാൽ ഇതിന് പരിമിതികൾ ഉണ്ടായേക്കാം. ചെക്കേഴ്സ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസർ ചർച്ചിലിന്റെ യുദ്ധകാല രേഖകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ട്രംപും സ്റ്റാർമറും ചർച്ചിലിന്റെ ആർക്കൈവുകൾ സന്ദർശിക്കുമെന്നാണ് സൂചന. വിൻസർ ചർച്ചിൽ US ബ്രിട്ടൻ ബന്ധത്തിലെ ഒരു പ്രതീകം കൂടിയാണ്. എന്തായാലും ഈ ചർച്ചകൾക്ക് ശേഷം ചാൻസലർ റേച്ചൽ റീവ്സ് ആതിഥേയത്വം വഹിക്കുന്ന ഒരു ബിസിനസ് സ്വീകരണവും തുടർന്നൊരു സംയുക്ത പത്രസമ്മേളനത്തിലും ട്രംപ് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്ദർശനം നടക്കുന്നതിനിടയിലാണ് ട്രംപിനെതിരെ ലണ്ടൻ വീഥികളിൽ വൻ പ്രതിഷേധവും ഉയരുന്നത്. എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ ട്രംപിന്റെ നയങ്ങളോടും നടപടികളോടും വ്യക്തിപരമായ വിവാദങ്ങളോടുമുള്ള പൊതുജനങ്ങളിലെ ഒരു വിഭാഗത്തിനുള്ള വലിയ വിയോജിപ്പ് തന്നെ. പ്രതിഷേധക്കാർ ട്രംപിനെയും ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനെയും ബന്ധിപ്പിക്കുന്ന ചിത്രങ്ങൾ വിൻസർ കൊട്ടാരത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക പോലും ചെയ്തു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ സംബന്ധിച്ചും ഈ പ്രതിഷേധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട വാഷിംഗ്ടണിലെ മുൻ ബ്രിട്ടീഷ് അംബാസിഡർ പീറ്റർ മാൻഡൽസനെ സ്റ്റാർമർ അടുത്തിടെ പുറത്താക്കിയിരുന്നു. ഈ വിവാദം ട്രംപുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നുണ്ട്. ട്രംപ് ഈ ആരോപണങ്ങൾ ഒരു തട്ടിപ്പ് എന്ന് വിശേഷിപ്പിക്കുകയും തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവരുടെയും ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉയർത്തി പ്രതിഷേധം വലിയ രീതിയിൽ ചൂടുപിടിക്കുകയാണ്. അതിനാൽ തന്നെ അതീവ സുരക്ഷയിലാണ്
ലണ്ടൻ ഇപ്പോൾ ഉള്ളത്.